ഹമാസിന്റെ ഈ നിലപാടാണ് ശരി എന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ഹമാസ്. എന്നാൽ ഇസ്രായേലിന്റെ താല്പര്യമനുസരിച്ച് ഇസ്രായേലികളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ഹമാസിനെതിരായിട്ട് തിരിഞ്ഞാൽ അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയത്തെ ഇസ്രായേൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. കണ്ടോ, ഹമാസിനെതിരായി ഇപ്പോൾ പ്രതിഷേധം പലസ്തീനികൾ തന്നെ നടത്തുന്നു എന്ന രീതിയിലാണ് അവർ പ്രചാരണം നടത്തുന്നത്. ഇത് ശരിക്കും ഹമാസിനെ മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്തരം ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്നാൽ അത് തങ്ങൾ ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന യുദ്ധത്തിന് തടസ്സമായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തെങ്കിലും വെടിനിർത്തലിന് തയ്യാറായിക്കൊണ്ട് ഹമാസ് ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈ അവസരം ഇസ്രായേൽ നന്നായി തന്നെ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇവരുടെ മറ്റൊരാവശ്യം. ഹമാസ് വിരുദ്ധ പ്രതിഷേധക്കാരെ സഹായിച്ചും ഗസയ്ക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ തുടർന്ന് നടത്തി ഹമാസിനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ ഗസ പിടിച്ചെടുക്കാം എന്ന് ഇവർ വിശ്വസിക്കുകയാണ്. ഈ അഭിപ്രായങ്ങൾക്കാണ് നെതന്യാഹു സർക്കാരും വില കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തെക്കൻ ഗാസ മുനമ്പിൽ കരയാക്രമണം വർദ്ധിപ്പിച്ചതായി ഇന്നലെ വൈകുന്നേരം ഇസ്രായേൽ സൈനികരും സ്ഥിരീകരിച്ചിട്ടുണ്ട്.